അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 14 വ്യാഴാഴ്ച. കേരള മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് AICC വക്താവ് ജയറാം രമേശ്. വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ച് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിക്ക് മുന്നിൽ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും ഖാർഗെയും അരമണിക്കൂർ ചർച്ച നടത്തി പിരിഞ്ഞ ശേഷമാണ് ഈ തീരുമാനം. പ്രഖ്യാപനം ഇന്നലെ വൈകുന്നേരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും UDF നിയമസഭാ കക്ഷിയോഗം 2 മണിക്കും KPCC ആസ്ഥാനത്ത് ചേരും. ഈ യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തും. എല്ലാ MLA മാരും എത്തണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. ഘടകകക്ഷി നേതാക്കളെയും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ യുവമോർച്ച നേതാക്കളടക്കം 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. ജയ്പൂരിൽ നിന്ന് 3 പേരെയും നാസിക്, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ നിന്നായി 2 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. 15 പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. രാജസ്ഥാനിൽ യുവമോർച്ച നേതാവ് ദിനേശ് ബിവാൾ, സഹോദരൻ മാംഗിലാൽ ബിവാൾ എന്നിവരാണ് പിടിയിലായത്. ഇവർ 30 ലക്ഷം രൂപ നൽകിയാണ് ചോദ്യപേപ്പർ വാങ്ങിയതെന്ന് CBI പറയുന്നു. SSLC പരീക്ഷാഫലം നാളെ ഉച്ചയ്ക്ക് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്തതിനാൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. CPM സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനുമെതിരെ വിമർശനം. സംഘടനാ തലത്തിൽ വീഴ്ചയുണ്ടായി, ന്യൂനപക്ഷങ്ങൾ അകന്നു, വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചത് ഗുണത്തേക്കാൾ ദോഷമായി. കണ്ണൂരിൽ അണികൾ മാത്രമല്ല അംഗങ്ങളും പാർട്ടിയിൽ നിന്ന് അകന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും മാത്രമല്ല PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലും വീഴ്ചയുണ്ടായി. പാർട്ടി തിരുത്തണമെന്നും പ്ലീനം വിളിച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യമുയർന്നു. സർക്കാർ രൂപീകരണം വൈകിയതിനാൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്കൂൾ തുറക്കൽ, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, PNGയിലേക്കുള്ള മാറ്റം, ദേശീയപാതാ വികസനം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ യോഗം വിലയിരുത്തി. നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം കേരളത്തിലേക്ക്. ചോദ്യപേപ്പർ കിട്ടിയെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുമുണ്ടെന്നാണ് വിവരം. CBI അടുത്ത ദിവസം കേരളത്തിലെത്തും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാൻ മുതിർന്ന നേതാവ് AK ആന്റണിയെ രാഹുൽ ഗാന്ധി വിളിച്ച് അഭിപ്രായം തേടി. കൊടിക്കുന്നിൽ സുരേഷിനെയും ഹൈക്കമാൻഡ് വിളിച്ചു. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് എന്ത് കാര്യമെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 30 സീറ്റ് UDFന് കുറയും. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഈ വികാരമുണ്ടാകും. 102 സീറ്റിന്റെ മേന്മ നശിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മിക്സഡ് സ്കൂളാക്കാനുള്ള അനുമതി ഉത്തരവ് തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഉത്തരവിനെതിരായ അപ്പീൽ ജസ്റ്റിസ് A ബദറുദ്ദീൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണ എന്നിവരുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ വന്നെങ്കിലും സ്റ്റേ അനുവദിക്കാൻ കോടതി വിസമ്മതിച്ചു. മാതൃകയാക്കേണ്ട രാഷ്ട്രീയ നേതാക്കൾ പോട, ചെറ്റ എന്നീ പദപ്രയോഗങ്ങൾ നടത്തി കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നുവെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. പിണറായി വിജയനെതിരെയായിരുന്നു പരോക്ഷ വിമർശനം. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിലെ പ്രതികൾ വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടത്തിയെന്ന് സംശയിക്കുന്നതായി പോലീസ്.
മുഖ്യപ്രതി നജീബിന്റെ മെഡിക്കൽ ടൂറിസം സെന്റർ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങി. സൌദി അറേബ്യയിലെ റിയാദിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ 19-ന് മോചിപ്പിക്കും. നടപടിക്രമങ്ങൾ അതിനകം പൂർത്തിയാകുമെന്ന് ആക്ഷൻ കൌൺസിൽ അറിയിച്ചു. മെയ് 20-ന് റഹീം നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൌദി ബാലനെ കൊലപ്പെടുത്തിയ കേസിലാണ് അബ്ദുൾ റഹീം അറസ്റ്റിലായത്. തമിഴ്നാട് നിയമസഭയിൽ വിജയ്ക്ക് അനുകൂലമായി നിലപാടെടുത്ത വിമത എംഎൽഎമാരെ AIADMK സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയാണ് നടപടിയെടുത്തത്. മുതിർന്ന നേതാക്കളായ SP വേലുമണി, CV ഷൺമുഖം എന്നിവരടക്കം 25 എംഎൽഎമാർക്കെതിരെയാണ് നടപടി. കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഹിജാബ് നിയന്ത്രണ നയം തിരുത്തി. 2022-ൽ BJP സർക്കാർ കൊണ്ടുവന്ന യൂണിഫോം നിയന്ത്രണ ഉത്തരവ് റദ്ദാക്കി വിജ്ഞാപനം പുറത്തിറക്കി. ഇതനുസരിച്ച് സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ്, പൂണൂൽ തുടങ്ങിയ മതപരമായ ചിഹ്നങ്ങൾ ധരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ടാകും. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി S. ജോസഫ് വിജയ്. നീറ്റ് പരീക്ഷാ രീതി നിർത്തലാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാൽവില വർദ്ധിപ്പിച്ച് അമുൽ. ലിറ്ററിന് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മത്സരിച്ചു ജയിച്ച 2 നിയമസഭാ സീറ്റുകളിൽ ഭവാനിപൂർ നിലനിർത്തി നന്ദിഗ്രാം ഉപേക്ഷിച്ചു. ബുധനാഴ്ച നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാണ് അദ്ദേഹം ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ആസാമിൽ ഭരണം നിലനിർത്തിയതിന് പിന്നാലെ ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കാൻ BJP സർക്കാർ ഒരുങ്ങുന്നു. മെയ് 26-ന് നിയമസഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രഖ്യാപനം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff, the ultimate dandruff solution. കോവിഡ് കാലത്തെ പോലെ നിയന്ത്രണം വേണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ചെലവ് ചുരുക്കലിന്റെ ഭാഗമാണെന്ന വിമർശനം ശരിയല്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തിയെന്നും സർക്കാർ വിശദീകരിച്ചു. മണിപ്പൂരിൽ ക്രൈസ്തവ വൈദികർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചുരാചന്ദ്പൂരിൽ നിന്ന് കാങ് പോക്പിയിലേക്ക് സഭായോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന തദൌ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ അംഗങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ക്രൂയിസ് കപ്പലിൽ പൊട്ടിപ്പുറപ്പെട്ട ഹാൻഡ വൈറസ് രോഗബാധയുടെ ആശങ്ക നിലനിൽക്കെ മറ്റൊരു ക്രൂയിസ് കപ്പലിൽ പുതിയൊരു വൈറസ് ബാധയെന്ന് സംശയം. ഫ്രഞ്ച് നഗരത്തിൽ എത്തിച്ചേർന്ന ക്രൂയിസ് കപ്പലിൽ നോറോ വൈറസ് ബാധ സംശയിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാരെ നിരീക്ഷണത്തിലാക്കി. ബ്രിട്ടനിലെ സൌത്ത് കേംബ്രിഡ്ജ് ഷെയർ ഡിസ്ട്രിക്ട് കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മലയാളിക്ക് ചരിത്ര വിജയം. പാലാരിവട്ടം സ്വദേശിയായ ജിയോ സെബാസ്റ്റ്യനാണ് ഹിസ്റ്റൺ ആൻഡ് ഇംപിങ്ടൺ വാർഡിൽ നിന്ന് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. യുക്രൈനിൽ റഷ്യൻ ചാരന് തടവ് ശിക്ഷ. സ്കോട്ടിഷ് പൌരനായ റോസ് ഡേവിഡ് കട്ട്മോറിനാണ് യുക്രൈനിലെ ഒഡീസയിലുള്ള കോടതി തടവ് ശിക്ഷ വിധിച്ചത്. യുക്രൈനിൽ നിന്ന് തന്ത്രപ്രധാന വിവരങ്ങൾ റഷ്യയ്ക്ക് കൈമാറിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് റഷ്യൻ നിയമപ്രകാരമാണ് നടപടി. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ച് ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ ആക്രമണം. ബെയ്റൂട്ടിന്റെ തെക്ക് ഹൈവേയിലുള്ള വാഹനങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 2 കുട്ടികളടക്കം 8 പേർ കൊല്ലപ്പെട്ടെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ദ്വിദിന സന്ദർശനത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലെത്തി. എയർഫോഴ്സ് 1 വിമാനത്തിൽ ബീജിംഗിൽ ഇറങ്ങിയ ട്രംപിന് ചൈനീസ് ഭരണകൂടം അതിഗംഭീര സ്വീകരണമൊരുക്കി. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ട്രംപിനെ സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ തമ്മിലുള്ള ചർച്ച ലോകം വളരെ കൌതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 16 പോയിന്റുമായി പ്ലേ ഓഫിനരികിലെത്തി. തുടർച്ചയായ 2 ഡക്കുകൾക്കു ശേഷം സെഞ്ചുറിയുമായി വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ചേസ് മാസ്റ്ററായി. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ RCB 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു.
58 പന്തിൽ സെഞ്ചുറി തികച്ച കോഹ്ലി 60 പന്തിൽ 105 റൺസുമായി പുറത്താകാതെ നിന്നു. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് ഒരു വിദേശ പരിശീലകനെ നിയമിക്കാനാണെന്ന് ആരോപിച്ച് ഒളിമ്പ്യൻ PR ശ്രീജേഷ്. 1.5 വർഷമായി ശ്രീജേഷിന്റെ കീഴിലായിരുന്ന ഇന്ത്യൻ ജൂനിയർ ടീം 5 ടൂർണമെന്റുകളിൽ നിന്നായി 5 മെഡലുകൾ നേടിയിരുന്നു. എന്നാൽ പുറത്താക്കിയതല്ലെന്നും കരാർ കഴിഞ്ഞ വർഷം അവസാനിച്ചെന്നും ഹോക്കി ഇന്ത്യ വിശദീകരിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.